നമസ്കാരം, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. എല്ലാവർക്കും മഹാനവമി ആശംസകൾ. മഹാനവമിയൊക്കെ ആയിട്ട് ഞാൻ ഇന്ന് വന്നത് ഒരു ഹൽവ ഐറ്റവുമായിട്ടാണ് കേട്ടോ. ആപ്പിളും കോക്കനട്ടും ഒക്കെ കൂടി ചേർന്ന ആപ്പിൾ കോക്കനട്ട് ഹൽവ 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയൊരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. വലുതല്ല എങ്കിൽ നിങ്ങൾക്ക് 2 ചെറുത് എടുക്കാം കേട്ടോ. അതിന്റെ തോലൊക്കെ കളഞ്ഞ് ഞാൻ ഇതിനെ കട്ട് ചെയ്ത് പീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്ററിന്റെ ആപ്പിളിന്റെ ഈ ഗ്രേറ്റ് ചെയ്യുന്നത് വലിയ പീസായിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്യുന്നത്. ചെറുതിൽ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേസ്റ്റോ ടെക്സ്ചറോ കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വലുതായിട്ട് ഉള്ള ഇതിൽ ഗ്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ഗ്രേറ്റ് ചെയ്ത ഒരു കപ്പ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചൂടാക്കണം. അപ്പൊ അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യാണ് അതിലിരിക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ ചൂടാക്കുന്നത് ഒരു ചെറിയ കപ്പ് തേങ്ങയാണ്. ആപ്പിളിന്റെ അത്രയും ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ തേങ്ങ. ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിന്റെ കണ്ടന്റ് കളയാനായിട്ടും ആ നെയ്യിന്റെ മണം അതിലേക്ക് വരാനായിട്ടും ഒരു 2 മിനിറ്റ് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇതിനെ നമുക്ക് ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റാം. കളറൊന്നും മാറണ്ട കേട്ടോ. ഇനി അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. ആ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ആപ്പിൾ ഇടണം. ഗ്രേറ്റ് ചെയ്തത് ആപ്പിൾ ഇടുമ്പോൾ ഇപ്പൊ തന്നെ കണ്ടോ അതിൽ ആപ്പിളിൽ ഓൾറെഡി ജ്യൂസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ടാണ് പിഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. വെള്ളത്തോട് കൂടിയിട്ട് കഴിഞ്ഞാൽ അത്രയും സമയം കൂടുതൽ നമുക്ക് കുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ആ ഒരു മിക്സ് ആയി വരാനുള്ള ഒരു ടൈം കൂടുതൽ എടുക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ആ വെള്ളമില്ലാതെ ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹാർഡായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി അതൊന്ന് ആ നെയ്യിൽ കിടന്നൊന്ന് വേവട്ടെ. അധിക സമയമൊന്നും എടുക്കില്ല ഇങ്ങനെ വേവാനായിട്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. നെയ്യിലൊക്കെ ഇറങ്ങി ഇത് കണ്ടോ, ഇതൊന്ന് സ്ക്യൂസായി അതൊന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങി. നമ്മൾ സ്ക്യൂസ് ചെയ്തുകൊണ്ട് അധികം വെള്ളമില്ല. ഇനി ഒരു 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ശർക്കരയ്ക്ക് കേടൊന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ അരിച്ചിട്ടില്ല. പാവൊന്നും കാച്ചാതെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ആ ശർക്കര അതിലേക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ആവണം. ഞാനത് അമർത്തി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികം വെള്ളമൊന്നും അതുകൊണ്ട് തന്നെ വരില്ല, ഗ്രേറ്റ് ചെയ്തതായതുകൊണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. മുഴുവൻ ശർക്കരയും ഉരുകി ചേരുന്നതേ ഉള്ളൂ കേട്ടോ. ആ ചേരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ തേങ്ങയും ആപ്പിളും ഒക്കെ കൂടി ആ ശർക്കരയിലേക്ക് നല്ലവണ്ണം പിടിക്കണം. അപ്പൊ നമ്മൾ ഈ പാവം കൂടി കാച്ചാത്തത് കൊണ്ട് അത്ര പോലും വെള്ളം ഇതിലില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുക്കിംഗ് ടൈം ഒരുപാട് ലാഭമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇപ്പൊ ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് ഒരു സ്വീറ്റും ഇല്ല എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഇതുണ്ടാക്കാം. പിന്നെ ഇത് പ്രസാദമായിട്ടും ഉപയോഗിക്കാം. ഇതിൽ കണ്ട ശർക്കരയൊക്കെ അതങ്ങ് ഫുള്ളായി പോയി. ഫുൾ വെള്ളം വറ്റണം കേട്ടോ. വെള്ളം വറ്റിയാൽ മാത്രം പോരാ, ഈ ആപ്പിളും തേങ്ങയും ഒക്കെ കൂടി ജോയിൻ ആവുകയും വേണം. അതുവരെയുള്ള ടൈമേ ഇത് വേണ്ടു. വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ജോയിൻ ആവാനുണ്ട് കണ്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ നെയ്യൊന്നും കൂടി ഇറങ്ങട്ടെ. ഒരുപാട് നെയ്യൊന്നും ഇതിനാവശ്യമില്ല. നമുക്ക് നെയ്യിടുന്തോറും ടേസ്റ്റ് കൂടും, പക്ഷെ ഞാൻ അധികം നെയ്യിടാറില്ല. അതിന് നല്ലവണ്ണം ഒന്ന് മിക്സായി ഫുള്ള് വെള്ളമൊക്കെ പോയി ട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂണോളം സിന്നമൺ പൗഡറാണ് ചേർക്കുന്നത്. സിന്നമൺ പൗഡർ എന്ന് പറഞ്ഞാൽ കറുവപ്പട്ടയുടെ പൊടിയാണ്. അതില്ലാത്ത ആൾക്കാർക്ക് ഏലക്കായ ചേർത്തി കൊടുക്കാം. ഇനി അതിനെ നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഇതെല്ലാം ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്തിരിക്കുന്നത്. ഓവറായിട്ട് ചൂട് കൂടുതലാവേണ്ട ആവശ്യമില്ല. അതുപോലെ സിന്നമൺ സ്റ്റിക്ക് പൗഡർ ഇട്ടതിന് ശേഷവും ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഫ്ലേവർ അതിലേക്ക് നല്ലവണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഫുള്ള് വെള്ളം പോയി ഇതെല്ലാം തമ്മിൽ നല്ലവണ്ണം യോജിച്ചിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിതിനെ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ആപ്പിളിന്റെ ചെറിയൊരു മധുരവും പുളിയും തേങ്ങയുടെ കടിക്കാനുള്ളതും ആപ്പിളിൽ കുറച്ച് വലുതായി ഗ്രേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ കടിക്കാനുള്ളതും ഒക്കെ കൂടി നല്ലൊരു ടേസ്റ്റ് ആയിട്ട് ഓവർ മധുരമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.